ഈ സീനിൽ ബ്യൂൻഹിയുടെ സ്വപ്നം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി തൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ജിയക്ക് സിയോജിൻ്റെ മുന്നിൽ നീൽ ഡൗൺ ചെയ്യുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പോയി പ്യൂൻജിയോട് പറയണം. അവൻ്റെ ഫാദറാണ് കേസ് കൊടുത്തത്. നീ ഇതിൽ എന്നെ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് സിയോജിൻ പറയുമ്പോൾ അന്ന് എന്താ സംഭവിച്ചത് നിനക്ക് നന്നായിട്ട് അറിയാം. ബ്യൂൻഹിയെ വിളിപ്പിച്ചത് പ്യൂൻജു ആണെന്നും അവൻ എങ്ങനെയാണ് മരിക്കാൻ കാരണമായെന്നും. പക്ഷെ എന്നിട്ടും നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ്. അതെല്ലാം പാസ്റ്റാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ രണ്ടുപേരും മറക്കുന്നേ ബെറ്റർ എന്ന് സിയോജിൻ പറയുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ എനിക്ക് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് സിയോജിൻ ചോദിക്കുമ്പോൾ നീ ഒരു സ്മാർട്ട് പേഴ്സൺ ആണെന്ന് പറഞ്ഞ് ജിയക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ സൂഹിയുടെ ഫ്രണ്ട് ജിയക്കിന്റെ ആക്ടിങ് കാണിക്കുകയാണ്. നീ എന്തിനാ ഇതെല്ലാം പാക്ക് ചെയ്യുന്ന ഫ്രണ്ട് ചോദിക്കുമ്പോൾ താൻ ആർട്ട് ക്ലാസ് ഡ്രോപ്പ് ചെയ്യാണെന്നും സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്നും അവൾ പറയുന്നു. താൻ ഫിനാൻഷ്യലി ടൈറ്റ് ആണെന്ന കാര്യം സൂഹി ഇതുവരെ തൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ഈ പ്രശ്നത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ പണത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ പക്കൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്തിട്ടും ഈ സ്കൂളിൽ തുടരണമെന്നും ബ്യൂൻഹിയുടെ സ്വപ്നമായ HR റോക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സിയോജിന്റെ ഗ്രൂപ്പായ സ്ട്രോബെറി ഫീൽഡ്സിനെ തോൽപ്പിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ സിയോജിൻ പ്രാക്ടീസ് റൂമിൽ ഇരിക്കുമ്പോൾ ജൂമോർ അവിടേക്ക് വരുന്നു. അവർ രണ്ടുപേരും ഈ കോമ്പറ്റീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് റൂമിന് വേണ്ടി ഐക്യാൻഡിയുമായി ബെറ്റ് വെച്ച കാര്യവും ആ കോമ്പറ്റീഷൻ്റെ ഡേറ്റ് അടുത്തു വരികയാണെന്നും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്യൂൻജോ എന്ന് ഡിസ്ചാർജ് ആകുമെന്ന് സിയോജിൻ ചോദിക്കുമ്പോൾ നാളെ ആകുമെന്ന് ഫ്രണ്ട് പറയുന്നു. ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് സിയോജിൻ അവിടുന്ന് പോകുന്നു. അവൻ എന്താ ഉദ്ദേശിച്ചെന്ന് അവൻ്റെ ഫ്രണ്ട് മനസ്സിലാകുന്നില്ല. നെക്സ്റ്റ് സീനിൽ ജിയക്ക് ക്ലാസ് റൂമിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ സൂഹ ഉള്ളിലേക്ക് വരികയായിരുന്നു. രണ്ടുപേരും ഫേസ് ടു ഫേസ് നിൽക്കുന്നുണ്ട്, പരസ്പരം നോക്കുന്നു. അതിനുശേഷം ജിയക്ക് വെളിയിലേക്ക് വരുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്ന് പ്രിൻസിപ്പലിനോട് സംസാരിച്ച ശേഷം സിയോജിൻ വരുന്നത് കാണുന്നു. ഇവിടെ ജൂങ്വാർ ഐക്യാൻഡി മെമ്പേഴ്സിനോട് ഈ വീക്കിൽ മ്യൂസിക് റൂമിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ ആണെന്നും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണമെന്നും പറയുന്നു. ഞങ്ങൾ ഈ വീക്കിൽ സ്കൂളിൽ കാണുന്ന കാര്യം പോലും ഉറപ്പില്ല, എന്നിട്ടാണ് കോമ്പറ്റീഷൻ എന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ എല്ലാ ചാർജസും ഒഴിവാക്കിയെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഐക്യാൻഡി മെമ്പേഴ്സ് ഹാപ്പി ആകുന്നുണ്ട്. തങ്ങളെ രക്ഷിച്ചത് ജിയുക്കാണെന്നും അവൻ നമ്മുടെ പെർഫെക്റ്റ് ലീഡർ ആണെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് കേസിൽ നിന്ന് ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം രക്ഷപ്പെടുന്നു. അവർ ഈ കാര്യം ജിയുക്കിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ജിയുക്കും ഒരുപാട് ഹാപ്പി ആകുന്നു. അപ്പോൾ ആ വഴി സിയോജിൻ കാറിൽ പോകുന്ന കാണുമ്പോൾ ഇവൻ ഞാൻ വിചാരിച്ച പോലെ ഒരുപാട് ബാഡ് പേഴ്സൺ അല്ലെന്ന് അവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സൂഹ റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈമായി വെയിട്രസായി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. നെക്സ്റ്റ് സീനിൽ ജിയുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ സൂഹി അന്വേഷിച്ച് 2 ഗുണ്ടകൾ താഴെ നിൽക്കുന്ന കാണുന്നു. അവൻ അവർ കാണാതെ സൂഹിയുടെ വീട്ടിലേക്ക് കല്ലെറിയുന്നുണ്ട്. അവൾ വെളിയിലേക്ക് വരുമ്പോൾ മിണ്ടാതെ താഴേക്ക് ഇറങ്ങി വരാൻ പറയുന്നു. ആ ഗുണ്ടകൾ അവളെ അന്വേഷിച്ച് നിൽക്കുന്നത് അവളെ കാണിക്കുന്നുണ്ട്. സോ സ്റ്റെപ്പ് വഴി അവൾക്ക് പോകാൻ പറ്റില്ല. ലാഡർ വഴിയാണ് അവൾ ഇറങ്ങുന്നത്. കാലെ സ്ലിപ്പായി അവൾ വീഴുമ്പോൾ ജിയുക്ക് അവളെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവളെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ അവൾക്ക് വേണ്ടി ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ കഴിക്കുന്നുണ്ട്. ഗിത്താർ ഇരിക്കുന്ന കാണുമ്പോൾ ഇത് നിന്റെയാണെന്ന് അവൾ ചോദിക്കുന്നു. അല്ല, ബ്യൂൻഹിയുടെ ആണെന്ന് അവൻ പറയുന്നുണ്ട്. ബ്യൂൻഹിയുടെ പേര് കേൾക്കുമ്പോൾ സൂഹ സാഡാകുന്നു. നീ ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് സാഡാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അന്ന് നടന്ന സംഭവങ്ങളിൽ നീ റെസ്പോൺസിബിൾ അല്ല. സോ നീ സോറി ഫീൽ ചെയ്യേണ്ട ഒരാവശ്യവുമില്ലെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവളോട് ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട്. പ്ലേറ്റ് എല്ലാം വാഷ് ചെയ്ത ശേഷം ജിയുക്ക് നോക്കുമ്പോൾ സൂഹ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ അവളെ പ്രോപ്പറായി കിടത്തുന്നു. എന്നിട്ട് ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ സൂഹ എണീക്കുമ്പോൾ ജിയുക്ക് തറയിൽ ഒരു ബ്ലാങ്കറ്റ് പോലും ഇല്ലാതെ കിടക്കുന്ന കാണുന്നു. അവൾ ആ ബ്ലാങ്കറ്റ് കൊണ്ട് അവനെ പ്രോപ്പറായി കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകുന്നു. സത്യത്തിൽ ജിയുക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് മോർണിംഗിൽ സിയോജിൻ അവൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ സ്കൂളിലേക്ക് വരികയാണ്. അവൻ്റെ സിസ്റ്റർ ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയുടെ CEO ആണ്. നിന്റെ പുതിയ സോങ് ഞാൻ കണ്ടു, അത് നീ തന്നെ പാടി റെക്കോർഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് സിസ്റ്റർ പറയുമ്പോൾ ഇല്ല, എൻ്റെ സൗണ്ട് എല്ലാവരും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അവൻ പറയുന്നു. എബ്രോഡിൽ പോയി സ്റ്റഡി ചെയ്യുന്ന കാര്യത്തിൽ നീ ഫാദറിനോട് നോ പറഞ്ഞു ഞാൻ അറിഞ്ഞു. നീ എൻ്റെ എല്ലാ കാര്യവും ഇപ്പോൾ നോ പറയുന്ന സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് സ്കൂൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അവൻ പറയുന്നു.
സൂഹിയുടെ ലൈഫ് എങ്ങനെ പോകുന്നു സിസ്റ്റർ ചോദിക്കുമ്പോൾ സിസ്റ്റർ എന്താ അങ്ങനെ ചോദിച്ചെന്ന് അവൻ ചോദിക്കുന്നു. ഈ ഇടയായിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സൂഹിയുടെ ഫാദറിന്റെ ബിസിനസ് അത്ര നല്ല രീതിയിലല്ലെന്ന് അവർ പറയുന്നുണ്ട്. സിയോജിൻ വണ്ടി നിറങ്ങുമ്പോൾ സൂഹ വരുന്നത് കാണുന്നു. അവൻ അവളുടെ കൂടെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പ്രിൻസിപ്പലും ടീച്ചറും ഐക്യാൻഡിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളെ കൊണ്ട് ഒരുപാട് ശല്യമാണെന്നും അവരെ എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്നും പറയുന്നു. ആ സ്റ്റുഡൻസിനെ ഞാൻ നേരെയാക്കിക്കൊള്ളാം എന്ന് ടീച്ചർ പറയുന്നുണ്ട്. ഈ സ്കൂളിൽ റൂള് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോയിന്റ്സ് കൊടുക്കും. 60 പോയിന്റ്സ് എത്തുകയാണെങ്കിൽ അവരെ എക്സ്പെൽ ചെയ്യുമെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. സോ എങ്ങനെയെങ്കിലും ഐക്യാൻഡി മെമ്പേഴ്സിനെ 60 പോയിന്റിൽ എത്തിച്ച് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയാണ് പ്രിൻസിപ്പൽ തീരുമാനിക്കുന്നത്. ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ടീച്ചർ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജിയുക്ക് ക്ലാസ്സിലേക്ക് വരികയാണ്. അവൻ ലേറ്റ് ആയിരുന്നു. സോ ലേറ്റ് ആയതുകൊണ്ട് നിനക്ക് 3 പോയിന്റ്. നീ ക്ലാസ്സിലിരുന്ന് കഴിക്കുകയാണ്. സോ 3 പോയിന്റ്. ടോട്ടൽ നിനക്ക് 6 പോയിന്റ് ആയെന്ന് ടീച്ചർ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ജെങ്ടു ഹാജിനു ഫൺ ചെയ്ത് ഫൈറ്റ് ചെയ്തു നിൽക്കുകയാണ്. ടീച്ചർ അവിടേക്ക് വരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യായിരുന്നു? ഞാൻ എല്ലാം കണ്ടു. ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് അവർ പറയുമ്പോൾ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് 5 പോയിന്റ്സ് പണിഷ്മെന്റ് ആണെന്ന് ടീച്ചർ പറയുന്നു. ഇങ്ങനെ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് ടീച്ചർ പറയുന്നുണ്ട്. ഇവിടെ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ഓരോ പണിഷ്മെന്റ് പേരിൽ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോകുകയാണെങ്കിൽ എൻറോൾമെന്റ് ലെറ്റർ കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് എക്സ്പെൽ ആകുമെന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ജങ്മാറോ വന്ന് സിയോജിൻ നിന്നെ പ്രാക്ടീസ് റൂമിലേക്ക് വിളിക്കുന്നുവെന്ന് ജിയോക്കിനോട് പറയുന്നു. മ്യൂസിക് റൂമിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ നാളെയാണെന്നും വോട്ട് ചെയ്ത് ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണെന്നും സിയോജിൻ പറയുന്നുണ്ട്. ഞങ്ങൾ 5:30 സ്റ്റാർട്ട് ചെയ്യും. 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സ് സെറ്റ് ചെയ്യാൻ ടൈമുണ്ട്. 5:50 ആകുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവൻ പറയുന്നു. ജിയുക്ക് സമ്മതിക്കുന്നുണ്ട്. പ്യൂഞ്ച് അവനെ കളിയാക്കുമ്പോൾ ജിയുക്ക് ദേഷ്യത്തിൽ അവനെ പുഷ് ചെയ്യുന്നുണ്ട്. നാളത്തെ കോമ്പറ്റീഷൻ ജയിച്ച് മ്യൂസിക് റൂം നമ്മൾ സ്വന്തമാക്കുമെന്നും ഈ റോക്ക് ഫെസ്റ്റിവല് നമ്മൾ തന്നെ ജയിക്കുമെന്നും ഐക്യാൻഡി മെമ്പേഴ്സ് പറയുന്നുണ്ട്. അതൊക്കെ ഓക്കെ, പക്ഷെ നമ്മൾ ഇപ്പോൾ എവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ജിക്കും ചോദിക്കുമ്പോൾ ഓക്യൂന് ഒരു റൂം കിട്ടിയിട്ടുണ്ട്. അവൾ നിന്നെ ഒരുപാട് തവണ കോൾ ചെയ്തു, പക്ഷെ നീ കോള് പിക്ക് ചെയ്തില്ലെന്ന് ജങ്ടു പറയുന്നു. നീ ഇതിനെ ഫോൺ കൊണ്ട് നടക്കുന്നത്? നീ ഒരിക്കലും കോൾസ് പിക്ക് ചെയ്യാറില്ലെന്ന് ഹ്യൂൻസോയും പറയുന്നു. അപ്പോൾ അവിടേക്ക് ഓക്യൂൻ വരുന്നുണ്ട്. ഇവരുടെ ഒരു ഫ്രണ്ടാണ് ഈ ഓക്യൂൻ. അവൾക്ക് ജിയൂക്കിനെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ ജിയൂക്കിന്റെ കയ്യിൽ പിടിച്ച് ബാക്കി മെമ്പേഴ്സിന്റെ കൂടെ അറേഞ്ച് ചെയ്ത് ആ ബിൽഡിങ്ങിലേക്ക് വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഈ റൂം അറേഞ്ച് ചെയ്ത് ഓക്യൂനാണ്. സോ അവർ അവളോട് താങ്ക്സ് പറയുന്നുണ്ട്. താങ്ക്സ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് ഡിന്നർ ട്രീറ്റ് തരാമെന്ന് ജിയോക്ക് പറയുന്നു. പക്ഷേ അവൾ അവനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ജിയോക്ക് സർപ്രൈസ് ആകുന്നുണ്ട്. പക്ഷെ ഇത് കണ്ട് ജങ്ടോന് ബാഡ് ഫീൽ ചെയ്യുന്നു. കാരണം ജങ്ടോ ഇവളെ ലൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞ ശേഷം സൂഹ വെളിയിലേക്ക് വരുന്നു. സിയോജിൻ അവളെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവളെ പതുക്കെ ഫോളോ ചെയ്യുന്നു. അതേസമയം സിയോജിൻ സിസ്റ്ററിന്റെ സ്റ്റുഡിയോയിൽ ജിയോക്ക് സിയോജിന്റെ ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. സൂഹ ആ റെസ്റ്റോറൻറ്റിൽ ഒരു പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്നത് സിയോജിൻ കാണുന്നു. ഇതെല്ലാം കണ്ട് അവൻ ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ സിസ്റ്റർ അവനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ എഴുതിയ പാട്ട് ജിയോക്ക് പാടുന്നത് അവനെ കേൾപ്പിക്കുന്നു. അവനും ആ സൗണ്ട് ഇഷ്ടമാകുന്നുണ്ട്. പക്ഷേ ഇത് ജിയൂക്കാണെന്ന് സിയോജിൻ അറിയില്ല. ജിയൂക്കിന്റെ സൗണ്ടിൽ സിയോജിന്റെ സിസ്റ്റർ ഹാരിയും ഒരുപാട് ഇംപ്രസ് ആകുന്നു. ഇവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പാർട്ട് ടൈമർ ആണ്, ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്ന് ആ മ്യൂസിക് കമ്പോസറും പറയുന്നു. നെക്സ്റ്റ് സീനിൽ സൂഹ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. തന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നു. അവളുടെ ബാഗ് കൊണ്ട് അവൾ അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അത് ജിയൂക്കായിരുന്നു. നിനക്ക് ഇത്രയും പേടിയുണ്ടെങ്കിൽ നീ നേരത്തെ വരാത്ത എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്, ലേറ്റായിട്ടാണ് ജോബ് തീരുന്നതെന്ന് അവൾ പറയുന്നു. വീടെത്തുമ്പോൾ ഇന്നും തന്നെ അന്വേഷിച്ച് ഏതെങ്കിലും ഗുണ്ടകളുണ്ടോ എന്ന് സുഹ പേടിച്ച് നിൽക്കുകയാണ്. ജിയോക്ക് റൂമിലേക്ക് വന്ന് അവിടെയെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് സൂഹയെ വിളിച്ച് ഇവിടെ ആരും ഇല്ലെന്ന് പറയുന്നു. അവൾ റൂമിലേക്ക് വരുന്നു. നിന്റെ നമ്പർ തരാൻ പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ്
അവൻ അവിടുന്ന് പോകുന്നുണ്ട്. അവനീ പോകുന്നത് സിയോജൻ കാണുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചർ എല്ലാവരുടെയും യൂണിഫോം ചെക്ക് ചെയ്യാണ്. എങ്ങനെയെങ്കിലും ഐ ക്യാൻഡി മെമ്പേഴ്സിനെ പണിഷ് ചെയ്ത് 60 പോയിന്റ്സ് ആക്കാൻ വേണ്ടിയാണ് ടീച്ചർ ശ്രമിക്കുന്നത്. ഇത് കാണുമ്പോൾ ജിയുക്കും ഫ്രണ്ടും തൻ്റെ യൂണിഫോം എല്ലാം ഓക്കെ ആക്കുന്നു. എന്നിട്ട് ടീച്ചറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കുറ്റം പറയാനും പണിഷ് ചെയ്യാനും ഒരു പോയിന്റ്സും കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ടീച്ചർ തന്നെ അവരുടെ രൂപം കണ്ട് സർപ്രൈസ് ആകുന്നുണ്ട്. സിയോജൻ താൻ എഴുതിയ പാട്ട് സുഹയെ കേൾപ്പിക്കുന്നു. ഈ പാട്ട് പാടിയത് ജിയുക്കാണെന്ന് അവൻ അറിയില്ല. സുഹയ്ക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒന്നും വാങ്ങിയില്ല, സോ ഗിഫ്റ്റായിട്ട് ഇതിരിക്കട്ടെ എന്ന് അവൻ പറയുന്നുണ്ട്. പണം കാണുമ്പോൾ സുഹ തനിക്കിത് വേണ്ടെന്ന് അവനോട് പറയുന്നു. പക്ഷേ സിയോജൻ അവളെ നിർബന്ധിക്കുന്നുണ്ട്. അവൾ വേണ്ടെന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് അവൻ ആ പണം തിരിച്ചു കൊടുക്കുന്നു. ഈ പാട്ട് താൻ കേട്ട ശേഷം തിരിച്ചു തരാമെന്ന് പറഞ്ഞ് സുഹ അവിടുന്ന് പോകുന്നുണ്ട്. താൻ ഈ ചെയ്തത് ഒരുപാട് സ്റ്റുപ്പിഡാണെന്ന് സിയോജനും തോന്നുന്നു. കാരണം അവൾക്ക് പണം കൊടുക്കാൻ പാടില്ലായിരുന്നു. നെക്സ്റ്റ് സീനിൽ ഐ ക്യാൻഡി മെമ്പേഴ്സ് എല്ലാം സ്കൂളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ അവിടേക്ക് ഓടി വരുന്നു. അവിടെ ഒരു സിഗരറ്റ് ബാട്ട് കിടക്കുമ്പോൾ ഇത് നിങ്ങളുടെ ആണോ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ അല്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ടീച്ചറാകട്ടെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. 10 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് തരികയാണെന്ന് ടീച്ചർ പറയുന്നു. സ്വന്തം സ്റ്റുഡൻസിനെ തന്നെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയാണ് ടീച്ചർ ഞങ്ങളുടെ പിറകെ നടക്കുന്നതെന്ന് ജിയുക്ക് പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഐ ക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ആ ബിൽഡിങ്ങിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്. അവർക്കെല്ലാവർക്കും ഫുഡായി വോക്യൂം വരുന്നുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസിന് സൈറൻ്റെ സൗണ്ട് കേൾക്കുന്നു. വോക്യൂം വെളിയിലേക്ക് വന്ന് ആക്ട് ചെയ്യുന്നുണ്ട് പോലീസിന് മുന്നിൽ. ആ ടൈം കൊണ്ട് ഐ ക്യാൻഡി മെമ്പേഴ്സ് എല്ലാം സാധനങ്ങളുമായി പതുക്കെ അവിടുന്ന് മുങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെന്റ് താഴെ വീഴുന്നുണ്ട്. സൗണ്ട് കേട്ട് പോലീസ് അവരുടെ പിറകെ ഓടുന്നു. നെക്സ്റ്റ് സീനിൽ സുഹ ജോബ് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ സിയോജൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നയാണെന്ന് അവൾ കള്ളം പറയുന്നു. അവൾ പറയുന്നത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും സിയോജൻ ഒന്നും പറയുന്നില്ല. നല്ല തണുപ്പാണ്, നീ എൻ്റെ സ്കാർഫ് കൊണ്ടുവന്നില്ലെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. മറന്നു എന്ന് അവൾ പറയുന്നു. അവൻ ഒരു സ്കാർഫ് എടുത്ത് ഇതെൻ്റെ സോറിയാണെന്ന് പറഞ്ഞ് അവൾക്ക് ഇട്ടു കൊടുക്കുന്നു. എന്നിട്ട് അവളുടെ ഫോർഹെഡിൽ കിസ് ചെയ്യുന്നുണ്ട്. അവളുടെ കൈയും പിടിച്ച് നടക്കുന്നു. ബസ് വരുമ്പോൾ താൻ പോകുകയാണെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും സിയോജനാകട്ടെ അവളുടെ കൈ വിടുന്നില്ല. അവൾ ആ ബസ്സിൽ കയറി അവനോട് ബൈ പറഞ്ഞു പോകുന്നു. സിയോജൻ ഒരുപാട് ഹാപ്പിയായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങി സുഹ എന്തോ ആലോചന നടക്കുകയാണ്. ജിയുക്ക് അവളുടെ പിറകെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അവനെ കാണുന്നില്ല. സുഹ ശ്രദ്ധിക്കാതെ അവളുടെ വീടും കടന്ന് നടന്നു പോകുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോലിപോപ്പ് കൊണ്ട് അവൻ അവളെ എറിയുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ സോറി, അറിയാതെ പറ്റിയതാണെന്ന് അവൻ പറയുന്നു. തൻ്റെ ക്യാൻഡി തിരിച്ചു തരാൻ പറയുമ്പോൾ താൻ കഴിക്കാൻ പോകുകയാണെന്ന് അവൾ പറയുന്നു. പറ്റില്ല, ഇതെൻ്റെ ലാസ്റ്റ് പീസാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് നിന്റെ വീടും കടന്ന് നീ പോകുകയാണെന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. അവനോട് താങ്ക്സ് പറഞ്ഞ ശേഷം സുഹ വീട്ടിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഡേ ജിയുക്ക് വെളിയിലേക്ക് വരുമ്പോൾ സുഹ അവന് വേണ്ടി ബനാന മിൽക്ക് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ കോമ്പറ്റീഷന് ആര് ജയിക്കും എന്നാണ്. സ്ട്രോബെറി ഫീൽഡാണോ അതോ ഐ ക്യാൻഡി ആണോ എന്ന്. സുഹയുടെ ഫ്രണ്ട് അവളോട് ആര് ജയിക്കും എന്നാണ് നിനക്ക് തോന്നിയെന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല, നമുക്കെന്തായാലും ഈ കോമ്പറ്റീഷൻ കണ്ട് എൻജോയ് ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ 2 ഗ്രൂപ്പും തമ്മിൽ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും ഇൻസ്ട്രുമെന്റ്സ് സെറ്റ് ചെയ്യാണ്. ഹ്യൂൻസോ തൻ്റെ ഗിറ്റാർ തരാൻ പറയുമ്പോൾ അവരുടെ ഗിറ്റാറിൽ സ്ട്രിങ്സ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോൾ സ്ട്രിങ്സ് അവിടെ വെച്ച് അവർ മറന്നിട്ടുണ്ടായിരുന്നു. ടൈം ചേഞ്ച് ചെയ്യാൻ ഹ്യൂൻസോ സ്ട്രോബെറി ഫീൽഡ്സിനോട് പറയുന്നുണ്ട്. ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പ്യൂഞ്ചോ അവൻ്റെ ബൈക്കിൻ്റെ കേസ് ജിയുക്കിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ജിയുക്ക് ബൈക്കുമായി പോയി സ്ട്രിങ്സ് അന്വേഷിക്കുന്നു. പക്ഷെ അവിടെയും കാണുന്നില്ല. ആ ടൈമിൽ സ്ട്രോബെറി ഫീൽഡ്സ് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ജിയുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഹ്യൂൻസോയും മറ്റുമെല്ലാം ഒരുപാട് ടെൻഷനിലാണ്. ഈ ടൈമിൽ ജെങ്ഡോ ഡ്രംസ് ബീറ്റ് ചെയ്യുന്നു. അവൻ്റെ ഈ പെർഫോമൻസ് സിയോജന് ഇഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. അത് സൂഹയുടെ ഫാദറിനെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹം ജയിലിലാകാൻ പോകുന്നെന്നും ബാങ്ക്രപ്റ്റ് ആയെന്നും മറ്റും. എല്ലാവരും സൂഹയെ നോക്കുന്നു. ജിയുക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ അന്ന് സൂഹയെ അന്വേഷിച്ചു വന്ന 2 ഗുണ്ടകൾ
സൂഹെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അന്വേഷിക്കുന്ന കാണുന്നുണ്ട്. അവൻ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നു. എന്നിട്ട് സൂഹെ കോൾ ചെയ്യുന്നുണ്ട്. നിനക്ക് സ്ട്രിങ്സ് കിട്ടിയോന്ന് ഫ്രണ്ട്സ് അവനോട് ചോദിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ പെർഫോം ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ തോൽക്കുമെന്ന് പ്യൂഞ്ച പറയുന്നുണ്ട്. പക്ഷെ ജിയുക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ സൂഹയുടെ അടുത്തേക്ക് വന്ന് അവളെയും കൊണ്ട് അവിടുന്ന് ഓടിപ്പോകുന്നു.